ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. राष्ट्रीय एकता, सुरक्षा और क्षेत्रीय अखंडता को बनाए रखने आपके नेतृत्व में उठाए गए कदमों का हम अभिनंदन करते हैं. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA-മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനു ശേഷം VD സതീശൻ പറഞ്ഞു. VD സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. 4,14,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 4,10,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം, സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേപ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400ഓളം പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400ഓളം പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി മെയ് 31-നകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238-ലും നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 രൂപ ആയിരുന്നത് വീണ്ടും 1,600 രൂപ കുറഞ്ഞ് 1,15,800 രൂപയായി. ഗ്രാമിന് 14,475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.